മൗണ്ടൻ റോയൽ ബുള്ളറ്റ് ക്ലബിന്റെ വാർഷികവും റൈഡേഴ്സിനുള്ള ആദരവും കട്ടപ്പനയിൽ നടന്നു. നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. ജില്ലയിലെ ബുള്ളറ്റ് പ്രേമികളുടെ കൂട്ടായ്മയായ മൗണ്ടൻ റോയൽ ക്ലബിന്റെ വാർഷികാഘോഷം കട്ടപ്പനയിൽ നടന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് സജിദാസ് മോഹന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന മുതൽ രാമക്കൽമേട് വരെ അല്ലേ, രാമക്കൽമേട് വരെയൊക്കെ ബുള്ളറ്റിലാ പോയെന്ന് നമുക്കറിയില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ ഓരോ കാര്യങ്ങളും വാട്സപ്പിനകത്ത് വരുന്ന എല്ലാം ഞാൻ കാണാറുണ്ട്. എന്ത് വാർത്ത വന്നാലും ഞാൻ അതെല്ലാം എടുത്തു നോക്കും. പക്ഷെ എനിക്ക് അതിനൊക്കെ നിങ്ങളെ അഭിനന്ദിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങള് ചെറുപ്പക്കാരാണ്. അതുപോലെ തന്നെ ഇപ്പം ജോസേട്ടന്റെ കാര്യം പറഞ്ഞു. ജോസേട്ടനെ പ്രായമുണ്ടെന്ന് ആരാ പറഞ്ഞു? സജി സാറോ? എവിടെ പ്രായം? അതാ തോന്നുവോ? ഒരു കൊച്ചു അല്ലേ, ഒരു കുഞ്ഞാവി ഇരിക്കുന്ന പോലെയല്ല തോന്നുന്നേ. ആ വെളുത്ത താടി അല്ലേ, അതൊക്കെ വെച്ച് വണ്ടി ഓടിച്ച് പോകുന്നു നമുക്ക് ഒന്ന് കാണുന്നത് ആലോചിച്ച് നമ്മളും അതുപോലെ തന്നെ കാണാൻ പറ്റുന്നിടത്തെല്ലാം പോകണം. യാത്ര ഒരു നല്ല കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഇല്ലേ, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും, ഒരുപാട് നന്മ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. യാത്ര ചെയ്താൽ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിയെ ഒന്ന് പോയി എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ കൈ കാണിക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു യാത്ര ആശുപത്രി കൊണ്ടുപോകാനായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും. അതിനൊക്കെ നമുക്ക് സാധിക്കും. ആ ഒരു ലക്ഷ്യബോധവും കൂടെ നിങ്ങളിൽ ഉണ്ടാകണം. പക്ഷെ എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ സംഘടനയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇത് സജി സാറ് പറഞ്ഞ പോലെ ഇതൊക്കെ മീഡിയയിൽ കൂടെ അറിയിക്കണമെന്നേ. ഇങ്ങനെയുള്ള ഓരോ സംഘടനകളുണ്ടെന്നും കുറെ കൂടി ആൾക്കാരെ കൂട്ടണം. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ ബോയ്സ് മാത്രമേ ഉള്ളൂ, ഗേൾസിനെ ആരെയും ഇതിനകത്തൊന്നും ഉൾപ്പെടുത്തുന്നില്ല? അവരും കൂടി ഇരിക്കട്ടെ. രാജ്യത്ത് ആകമാനമുള്ള വിവിധ റൈഡുകളിൽ പങ്കെടുത്ത എബിറ്റു ഷാജി, ബിനോയ് കുര്യാക്കോസ്, ടോണി ചാക്കോ, ഷഫീഖ് പി, ജോയൽ ജോസ്, ജോസ് പുരയിടം തുടങ്ങിയവരെ ആദരിച്ചു. ബുള്ളറ്റ് യാത്രകളോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടനവധി കാര്യങ്ങളും മൗണ്ടൻ റോയൽ ക്ലബ്ബ് ഏറ്റെടുത്തു നടത്തുന്നത് മികച്ച മാതൃകയാണെന്ന് ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. രാജേഷ് കാഞ്ചിയാർ, ബിജു AM, ജോയൽ ജോസ്, ജോബി ബേസിൽ, ഡിനീഷ് KV തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ബുള്ളറ്റ് നൈറ്റ് റൈഡും ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ, വിവിധ മത്സരങ്ങൾ, പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പ്, തുടർന്ന് അനുരാഗ് P നാഥും സംഘവും അവതരിപ്പിച്ച ഗാനസന്ധ്യയും അരങ്ങേറി. പരിപാടികൾക്ക് ജിനു രവി, കിരൺ ഉദരക്കുളം, കെവിൻ ചാക്കോ, സജി TS, ടിതിൻ തോമസ്, അരുൺ കുമാർ, സനൂപ് പാഴുമ്പള്ളിൽ, പ്രദീപ് ചെറിയൻ, സന്തോഷ് MS, ജോബിൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്നേ. വളങ്ങളൊക്കെ മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ, പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർ ഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർ ഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.